ഭർത്താവിനെ അനുഗ്രഹിക്കണം, ഭർത്താവ് ഭാര്യയെ അനുഗ്രഹിക്കണം. അതിന്റെ കാരണം അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒന്നുകൂടെ പറയാം, ഒരു ഭാര്യയും ഭർത്താവും ഒറ്റ മനസ്സോടെ നിന്നാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അവരെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളുടെ പ്രതിസന്ധിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ശക്തവും ഫലവത്തും ഒരു ഭാര്യ ഭർത്താവായ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാൽ ലോകത്തിലൊരു ശക്തിക്കും തൊടാൻ പറ്റും. രണ്ടുപേര് ഐക്യമത്യയോടെ, നിങ്ങളുടെ പ്രയാസങ്ങൾ കടബാധ്യതയായിരിക്കാം, രോഗാവസ്ഥയായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം, ഏത് ചലഞ്ചസ് ആയ ഏത് വെല്ലുവിളികളാണെങ്കിലും രണ്ടുപേര് ഐക്യമത്യപ്പെടുക എന്ന് പറയുമ്പോൾ, നിങ്ങൾ കടഭാരം എന്നോട് പറയുമ്പോൾ എനിക്ക് ഒരു പക്ഷെങ്കിൽ അത് മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയും, പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ ഒരു ഭാര്യയും ഭർത്താവ് അതിനകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാകുന്നത്. ആ വേദനയോട് അവർ രണ്ടുപേരും വേദനയോട് കരയല്ല, ആ സിറ്റുവേഷന്റെ ആ വെല്ലുവിളിയുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അധികാരമെടുത്ത് പ്രാർത്ഥിക്കുമ്പം അത് നടന്നിരിക്കും, നടക്കാതെ പോകത്തില്ല. അപ്പം പുറമേയുള്ള അല്ല, പക്ഷെ ക്വയറ്റ്നെസ് ആൻഡ് ജെന്റിൽ. ഒരു ഭാര്യയാണ് കുടുംബത്തിലെ ഫൗണ്ടേഷൻ. ഒരു ഭാര്യ. ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിന്റെ കാരണം, ചെറുപ്പം മുതലേ ഒരു പെൺകൊച്ചിനെ ഒരു വീട്ടിലെ അമ്മയായി, ഒരു ഗ്രഹനാഥയായി ആണ് ആ മാനസിക അവസ്ഥ തന്നെ. അത് ലോകവ്യാപകമായി നിങ്ങൾ നോക്കിക്കോ, ലോകവ്യാപകമായി നോക്കിക്കോ. പെൺകുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളും ആൺകുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളും വേറെയായിരിക്കും. കാര്യം, ചെറുപ്പം മുതലേ അമ്മയും പറയും, നീ വല്ലതും വീട്ടിൽ പോകേണ്ടതാ, ഞങ്ങളുടെ പേര് കളയരുത്. ഒരു ഗ്രഹ ഫൗണ്ടേഷൻ, അവിടുത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ? ക്വയറ്റ് സ്പിരിറ്റ്, ജെന്റിൽ സ്പിരിറ്റ്. ഇറ്റ് ക്യാൻ ചേഞ്ച് എവറിഥിങ്. ഒരു ഭർത്താവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഭാര്യ. ഒരു ഭർത്താവിന്റെ കൂടെ നിൽക്കണം ഭാര്യ. ഭർത്താവിന്റെ കുറ്റം ആരോടും പറയരുത്. ദേവദാസനോടും പോയി പറയരുത്. പറയേണ്ട ആളിനോട് പറയണം. അത് ഒരാളേ ഉള്ളൂ, സൃഷ്ടിച്ചവൻ, നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചവൻ. അതിന്റെ താഴെ പറയാണ്, വായിച്ചു, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. ഇങ്ങനെയാണ് പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്നു. ദൈവമാണ് പ്രത്യാശ എങ്കിൽ ഇതനുസരിക്കും. പണ്ട് ലണ്ടനിൽ കുടുംബജീവിതത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരു സഹോദരി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, അതെന്നെ ഭാര്യമാരോട് ഇത് പറയുന്നു. എനിക്ക് അത്രയ്ക്ക് വിവരമില്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് രണ്ടുപേർ കൂടെ യേശുവിനോട് ചോദിക്കാം. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് മനസ്സിലാക്കി തന്നത്, ഹൗ ആൻഡ് വൈ ഭാര്യമാരോട് കീഴ്പ്പെടാനും ഭർത്താക്കന്മാരോട് സ്നേഹിക്കാനും പറഞ്ഞിരിക്കുന്നു. ഭാര്യമാരോട് കീഴ്പ്പെടാനും ഭർത്താക്കന്മാരോട് സ്നേഹിക്കാനും, പരസ്പരം ബഹുമാനിക്കണം. വായിച്ചു. ഇങ്ങനെയെല്ലാം പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ട് കീഴടങ്ങി ഇരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന്, ഈ യജമാനൻ എന്നൊന്നും വിളിക്കണ്ട, എന്നാലും എടാ പോടാന്ന് വിളിക്കാതിരുന്ന ഒരു ഭർത്താവിനെ, പ്രത്യേകിച്ചും മക്കളുടെ മുമ്പിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കും. ഇത് ഞാൻ പറയാൻ കാരണം, കുഞ്ഞുങ്ങൾക്ക് മുതലെടുക്കാൻ, അവർക്ക് മുതലെടുക്കാൻ ആരുടെയെങ്കിലും നോക്കും ഇതിൽ പവർഫുൾ ആരാ, അവരുടെ കൂടെ അങ്ങ് ചേരി കൂടും. എന്നിട്ട് പറയും, പിന്നെ നമ്മ ഇങ്ങനെയും പറഞ്ഞു അങ്ങനെയും പറഞ്ഞു. അവർക്ക് അവരുടെ ഭവിഷ്യത്ത് അറിയത്തില്ല. അപ്പം ഭാര്യ തൻ്റെ സ്വന്തം ഭർത്താവിനെ മക്കളുടെ മുമ്പിൽ ബഹുമാനിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനിക്കണം, ഹൃദയത്തിൽ നിന്ന് ബഹുമാനിക്കണം.
അങ്ങനെയാണെങ്കിൽ സാറായും ബഹുമാനിച്ചെന്ന് പറഞ്ഞിട്ട് താഴെ പറയാണ്, അവക്കൊന്നിനും ഭയം വേണ്ട. പിന്നെ വായിച്ചേ. സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അപ്പം നന്മ ചെയ്ത് ക്വയറ്റ് സ്പിരിറ്റ് ആണല്ലോ, അവർക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന്റെ കാരണം ദ കോഴ്സ് വിൽ ടേക്ക്. ജീവചക്രത്തിന്, കുടുംബജീവിതത്തിന്റെ ചക്രത്തിന്, കുടുംബത്തിന് തീ കൊളുത്താൻ ഇത് പിന്നെ ഉപയോഗിക്കത്തില്ല, നാവ്. എന്നിട്ട് പറയാണ്, വായിച്ചു, അങ്ങനെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതെ ഇരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടാവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുക. സ്ത്രീകളെ അല്ലെങ്കിൽ ഭർത്താക്കന്മാര് ഭാര്യമാരെ, സ്വന്തം ഭാര്യമാരെ ബഹുമാനിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ കളിയാക്കരുത്. ഒരു കാര്യം ഓർത്തോണം, ബഹുമാനം കൊടുത്താലേ ബഹുമാനം കിട്ടത്തുള്ളൂ. ചിലർ ഓർക്കുന്ന ഭയങ്കര ദേഷ്യപ്പെട്ടും വഴക്ക് പറഞ്ഞും ബഹുമാനം കിട്ടുന്ന ഉള്ള വിലയും കൂടെ പോകും. അത് ഭാര്യയോട് മാത്രമല്ല, എല്ലായിടത്തും. ചിലരങ്ങ് ചൂടാവും എന്ന് കഴിഞ്ഞാൽ വിചാരിക്കുന്ന എല്ലാവരെയും പേടിപ്പിക്കാമെന്ന്. അവരുടെ മുമ്പിൽ നിങ്ങളുടെ വില പോയി. അത്രേ ഉള്ളൂ എന്ന് മനസ്സിലായി. തിരുത്തണം സന്തോഷത്തോടെ.